വിമാനത്താവളങ്ങൾക്ക് പലവിധം പ്രത്യേകതകളുണ്ട്. ഒരു വിമാനയാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും. ഈ പ്രക്രിയകളിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് വിമാനയാത്രക്കാരെ അപകടത്തിലാക്കും വിധം ആശങ്ക സൃഷ്ടിക്കാം. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ചില അപകടകരമായ വിമാനത്താവളങ്ങളെക്കുറിച്ചാണ്. ദി ലക്ഷറി ട്രാവൽ എക്സ്പെർട്ട്.com എന്ന വെബ്സൈറ്റ് പ്രകാരം ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളതായി കണക്കാക്കുന്നത് 7 വിമാനത്താവളങ്ങളെയാണ്. അവ ഏതാണെന്നും എന്താണ് പ്രശ്നമെന്നും പരിശോധിക്കാം. ഗുസ്താവ് ജുവാൻചോ, കോർഷെവൽ, ടെൻസിംഗ് ഹിലാരി, മദീര, ടോൺ കോണ്ടിൻ, പാരോ എന്നിവയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. 1. പാരോ വിമാനത്താവളം. ഭൂട്ടാൻ സമുദ്രനിരപ്പിൽ നിന്ന് 7364 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെയധികം അപകടം നിറഞ്ഞ വിമാനത്താവളമാണ് ഈ വിമാനത്താവളം. 5500 മീറ്റർ, അതായത് 18,000 അടി വരെ ഉയരുന്ന കൂർത്ത കൊടുമുടികളാൽ ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഒരൊറ്റ കാരണമാണ് പാരോ വിമാനത്താവളത്തെ ഏറ്റവും അപകടകരമാക്കി മാറ്റുന്നത്. താഴ്വരയിലൂടെ വീശുന്ന ശക്തമായ കാറ്റ് പലപ്പോഴും കടുത്ത പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകുന്നു. അതിൽ എല്ലാത്തിലുമുപരി പ്രവചനാതീതമായ കാലാവസ്ഥയാണ് ഇവിടെ ഭീതിയിലാഴ്ത്തുന്ന മറ്റൊരു ഘടകം. ഇതും വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും തടസ്സം ആകാറുണ്ട്. സങ്കീർണമായ പല പ്രതികൂല ഘടകങ്ങളും ഉള്ളപ്പോൾ കുത്തനെയുള്ള പർവ്വതങ്ങളുടെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിലൂടെ വിമാനം എടുക്കുന്നതും ഇറക്കുന്നതും പൈലറ്റുമാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പാരോ എയർപോർട്ടിൽ വിമാനം ഇറക്കാനും പറത്താനും യോഗ്യത നേടിയ പൈലറ്റുമാരുടെ എണ്ണം ലോകത്താകമാനം 50-ൽ താഴെ മാത്രമാണ്. എന്നാൽ യോഗ്യത നേടുന്നതിനോ കഠിനമായ പരിശീലനത്തിന് പൈലറ്റുമാർ വിധേയരാകേണ്ടതുണ്ട്. 2. ടോൺ കോണ്ടിൻ വിമാനത്താവളം, ഹോണ്ടുറാസ് എന്നും പറയപ്പെടുന്നു. 3297 അടി ഉയരത്തിൽ ടെഗോസിഗാൽപ എന്ന പർവ്വത പ്രദേശത്ത് 4 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം ഒരു സൈനിക സിവിൽ വിമാനത്താവളമാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ 2ാമത്തെ വിമാനത്താവളം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രവചനാതീതമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. 1962 മുതൽ വിമാനത്താവളത്തിൽ 10 അപകടങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. 3. കോർഷെവൽ വിമാനത്താവളം. ഫ്രാൻസിലെ കോർഷെവൽ വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം 525 മീറ്ററാണ്. ഫ്രഞ്ച് പർവ്വതനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശൈത്യകാലത്ത് ഇവിടെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്നത് ഏറെ പ്രയാസകരമാണ്. പറന്നുയരുമ്പോൾ പാറക്കെട്ടിന്റെ അരികിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ പൈലറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. റൺവേ 18.6% താഴേക്ക് ചരിഞ്ഞിരിക്കുന്നതിനാൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നു. 4. ജുവാൻചോ യെറാസ്കിൻ വിമാനത്താവളം, സാബാദ്വീപ്. ലോകത്ത് ഏറ്റവും നീളം കുറഞ്ഞ റൺവേയുള്ള വിമാനത്താവളമാണ് ജുവാൻചോ യെറാസ്കിൻ വിമാനത്താവളം. വെറും 400 മീറ്ററാണ് റൺവേയുടെ നീളം. സെന്റ് മാർട്ടിനിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ തെക്കായി ചെറിയ ഡച്ച് കരീബിയൻ ദ്വീപായ സാബയിലാണ് ജുവാൻചോ സ്ഥിതി ചെയ്യുന്നത്. ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാൻഡിംഗ് പൈലറ്റുമാർക്ക് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ്. 5. ഗുസ്താവ് തേർഡ് വിമാനത്താവളം, സെന്റ് ബാർത്തലമി. ഫ്രഞ്ച് ആൻഡലീസിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കരീബിയൻ ദ്വീപായ സെന്റ് ബാർട്സ് അഥവാ സെന്റ് ബാർത്തലമ ആഡംബരപൂർണമായ ജീവിതശൈലി, പ്രാകൃതമായ ബീച്ചുകൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ഇവിടുത്തെ ഏക വിമാനത്താവളമായ ഗുസ്താവ തേർഡ് ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ റൺവേ വളരെ ചെറുതാണ്, 640 മീറ്റർ, അതായത് 2100 അടി മാത്രമാണ് നീളം. കടൽ തീരത്ത് നേരിട്ട് അവസാനിക്കുന്ന ഒരു നേരിയ ചരിവിന്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റൺവേയിൽ ഇറങ്ങുമ്പോൾ വിമാനങ്ങൾ കുത്തനെയുള്ള ഒരു ചരിവ് താഴേക്ക് ഇറങ്ങുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച പൈലറ്റുമാർക്ക് മാത്രമേ ഇവിടെയും വിമാനം പറത്താൻ സാധിക്കൂ. 6. ലുക്ല വിമാനത്താവളം, നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ വിമാനത്താവളമാണ് നേപ്പാളിലെ ലുക്ല വിമാനത്താവളം എന്നറിയപ്പെടുന്ന ടെൻസിംഗ് ഹിലാരി വിമാനത്താവളം. ചെറുതും ചെരിവുള്ളതുമായ റൺവേയാണ് ഈ വിമാനത്താവളത്തിൻ്റെത്. ഇത് ലാൻഡിങ്ങും ടേക്ക് ഓഫും വളരെ ബുദ്ധിമുട്ടേറിയതാക്കുന്നു. അപകട സാധ്യതകൾ ഉണ്ടെങ്കിലും എവറസ്റ്റ് മേഖലയിലേക്കുള്ള യാത്രക്കാരും ട്രെക്കിംഗ് തൽപരരും ഈ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത്. 2438 മീറ്റർ, അതായത് 8000 അടി ഉയരത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വശങ്ങളിലും പർവ്വതങ്ങളും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ്. ഹിമാലയൻ മേഖലയിൽ കാലാവസ്ഥ അസ്ഥിരമാണ്. ഇത് ദൃശ്യപരത കുറയ്ക്കും. പെട്ടെന്ന് മൂടൽമഞ്ഞോ മഴയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലുക്ലയിലെ കാലാവസ്ഥ വിമാന സർവീസുകളെ നിരന്തരം പ്രതികൂലമായി ബാധിക്കാറുണ്ട്. 7. മെഡെയ്റ അന്താരാഷ്ട്ര വിമാനത്താവളം,
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പോർച്ചുഗീസ് ദ്വീപസമൂഹമായ മെഡെയ്റയിൽ സ്ഥിതി ചെയ്യുന്ന മെഡെയ്റ അന്താരാഷ്ട്ര വിമാനത്താവളം അതിന്റെ വ്യത്യസ്തമായ ഘടന കാരണം ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആദ്യം ഈ വിമാനത്താവളത്തിന്റെ റൺവേക്ക് 1600 മീറ്റർ, അതായത് 5249 അടി നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1977 ഒരു ബോയിങ് 727 വിമാനം റൺവേയുടെ അറ്റത്ത് നിന്ന് തെന്നിമാറി താഴെയുള്ള കടൽ തീരത്ത് ഇടിച്ചു കയറി 164 പേർ കൊല്ലപ്പെട്ട ഒരു മാരകമായ വിമാനാപകടം സംഭവിച്ചു. ഈ അപകടത്തെ തുടർന്ന് റൺവേ 2781 മീറ്ററായി, അതായത് 9124 അടി വികസിപ്പിക്കുകയായിരുന്നു. വിമാനം പറത്തുക എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളായ കാര്യമല്ല. അതിനുള്ള പരിശീലനം കഠിനമാണ്. യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കുകയാണ് ഓരോ പൈലറ്റുമാരും ശ്രദ്ധിച്ചു ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യവും.